നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പൈലറ്റുമാർക്ക് പോലും ശമ്പളം കൊടുക്കാതെ ജെറ്റ് എയർവേസ് കമ്പനി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തുന്നു. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്നും പൈലറ്റുമാർ ആവശ്യപ്പെടുന്നു. ഇത് സംബന്ധിച്ച പൈലറ്റുമാർ പ്രധാനമന്ത്രിക്കും വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിനും കത്തെഴുതി. കമ്പനി തകർച്ചയുടെ വക്കിലാണെന്ന് തങ്ങൾ ഭയക്കുന്നതായും ഇത് ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടമാകാൻ ഇടയാക്കുമെന്നും പൈലറ്റുമാരുടെ സംഘടനയായ നാഷണൽ ഏവിയേറ്റേഴ്സ് ഗിൽഡ് വ്യക്തമാക്കി. കമ്പനി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴും പൈലറ്റുമാരും എഞ്ചിനീയർമാരും ഒഴികെയുള്ള ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നുണ്ടെന്നും പൈലറ്റുമാർ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ പറയുന്നു. 3 മാസത്തോളമായി ശമ്പളം ലഭിക്കാത്ത പൈലറ്റുമാർ കടുത്ത പ്രതിസന്ധിയിലാണെന്നും മാനേജ്മെന്റ് പൈലറ്റുമാരുടെ അപേക്ഷകളോട് മുഖം തിരികുകയാണെന്നും അവർ വ്യക്തമാക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ കമ്പനി കുടിശ്ശിക വീട്ടാൻ കഴിയാത്തതിനെ തുടർന്ന് 450-ൽ 150 സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. മാർച്ച് 31-നുള്ളിൽ തങ്ങളുടെ ശമ്പളം തന്നു തീർത്തില്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ വിമാനം പറത്തില്ലെന്നാണ് പൈലറ്റുമാരുടെ നിലപാട്. ജെറ്റിന്റെ ബിസിനസ് പാർട്ണറായ എത്തിഹാദ് എയർവേസ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ജെറ്റിനു വേണ്ടി പണം ഇറക്കാൻ തയ്യാറല്ലെന്നാണ് വിവരം. കുടിശ്ശിക വീട്ടാൻ കഴിയാത്തതിനെ തുടർന്ന് ജെറ്റിന്റെ 40ഓളം വിമാനങ്ങൾ ഇപ്പോൾ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. പൊതുമേഖലാ ബാങ്കുകൾക്ക് മാത്രമേ ജെറ്റ് എയർവേസിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാനാവൂ എന്നതാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിരീക്ഷണം. അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ജെറ്റ് എയർവേസ് വിമാന കമ്പനിയിൽ നിന്ന് സ്പേസ് ജെറ്റിന്റെ 260 പൈലറ്റുമാർ ജോലിക്കായി അപേക്ഷ നൽകി. ബുധനാഴ്ച മുംബൈയിൽ സ്പേസ് ജെറ്റ് സംഘടിപ്പിച്ച ജോബ് ഫെയറിലാണ് ജെറ്റ് എയർവേസ് പൈലറ്റുമാർ കൂട്ടത്തോടെ അപേക്ഷിച്ചത്. സ്പേസ് ജെറ്റിലേക്ക് അപേക്ഷ 150 പൈലറ്റുമാർ സീനിയർ കമാൻഡർമാരാണ്. ജെറ്റിന് നിലവിൽ 1900 പൈലറ്റുമാരുണ്ട്. അന്താരാഷ്ട്ര വികസനം ലക്ഷ്യമിടുന്ന സ്വദേശ വിമാന കമ്പനികൾ ജെറ്റ് എയർവേസിന് നോട്ടമിടുന്നുണ്ട്. വിസ്താരയ്ക്ക് മാത്രമാണ് ജെറ്റ് കൂടാതെ ഇപ്പോൾ അന്താരാഷ്ട്ര സർവീസിന് അനുമതിയുള്ളത്. മറ്റ് വിമാന കമ്പനികൾ ജെറ്റ് പൈലറ്റുമാരെ തങ്ങളുടെ കമ്പനികളിലേക്ക് ആകർഷിക്കാൻ ഉയർന്ന പ്രതിഫലം വാഗ്ദാനം ചെയ്തതായി IANS റിപ്പോർട്ട് ചെയ്തിരുന്നു. ജെറ്റ് എയർവേസിന്റെ 50ഓളം വിമാനങ്ങൾ സ്പേസ് ജെറ്റ് വാടകയ്ക്ക് നൽകാൻ ഉടമകൾ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു. ജെറ്റിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശികയാണ് വിമാനങ്ങൾ മറ്റു കമ്പനികൾക്ക് നൽകാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകൾക്ക് മാത്രമേ ജെറ്റ് എയർവേസിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാനാവൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിരീക്ഷണം. കമ്പനിയുടെ പുനർനവീകരണത്തിനായുള്ള പദ്ധതിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായില്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ വിമാനം പറപ്പിക്കാനില്ലെന്ന് ജെറ്റ് എയർവേസിലെ പൈലറ്റുമാരുടെ യൂണിയൻ ചൊവ്വാഴ്ച കമ്പനി അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വിമാന കമ്പനിയായിരുന്ന ജെറ്റ് എയർവേസ് കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ്. ചൊവ്വാഴ്ചത്തെ കണക്കനുസരിച്ച് വെറും 41 വിമാനങ്ങൾ മാത്രമാണ് കമ്പനിയുടേതായി സർവീസ് നടത്തുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിന്റെ 1/3 മാത്രമാണിത്. 119 വിമാനങ്ങൾ ഉണ്ടെന്നാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ പറയുന്നത്. വരും ആഴ്ചകളിൽ ജെറ്റ് എയർവേസ് കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയേക്കുമെന്നും വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു. മാസങ്ങളായി ശമ്പളം മുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദം നേരിടുന്ന പൈലറ്റുമാരെ കൊണ്ട് വിമാനങ്ങൾ പറത്തിക്കരുതെന്ന് DGCA കമ്പനിയോട് നിർദ്ദേശിച്ചു. റദ്ദാക്കുന്ന സർവീസുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന യാത്രക്കാർക്ക് എത്രയും വേഗം പകരം സംവിധാനം ഒരുക്കുകയും നഷ്ടപരിഹാരം നൽകുകയോ വേണമെന്ന് DGCA ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24% ഓഹരി പങ്കാളിത്തമുള്ള ഇത്തിഹാദ് എയർവേസ് കമ്പനിയുടെ രക്ഷയ്ക്കായി എത്തുമെന്നായിരുന്നു ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇത്തിഹാദ് ഇനി മുതൽ മുടക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇത്തിഹാദ് നിക്ഷേപിക്കുന്നില്ലെങ്കിൽ വായ്പ കുടിശ്ശിക ഓഹരിയാക്കി മാറ്റാനില്ലെന്നാണ് SBI ഉൾപ്പെടെയുള്ള ബാങ്കുകളുടെ നിലപാട്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ജെറ്റ് എയർവേസ് പൂട്ടിപ്പോകുന്നത് ദോഷം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ പൊതുമേഖലാ ബാങ്കുകളെ കൊണ്ട് താൽക്കാലിക ഫണ്ടിംഗ് നൽകാൻ ശ്രമിക്കുകയാണ് കേന്ദ്രമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് കർമ്മ.